ചെമ്പൻ മുടിക്കാരുടെ സംഘം അവസാന ഭാഗം. മിസ്റ്റർ ജോൺസിന്റെ അഭിപ്രായം അതാണെങ്കിൽ ശരി, അങ്ങനെയാകട്ടെ, മേരി വെതർ വിനയപൂർവ്വം പറഞ്ഞു. എങ്കിലും എനിക്കെൻ്റെ ചീട്ടുകളി നഷ്ടമായി. കഴിഞ്ഞ 27 കൊല്ലമായി ചീട്ടുകളി മുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ചയാണിത്. ഇന്നത്തെ കളി കൂടുതൽ രസകരമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു, ഹോംസ് പറഞ്ഞു. 30,000 പവനാണ് ഇന്നത്തെ കളിയിൽ പന്തയം കെട്ടിയിട്ടുള്ളത്. ജോൺസ്, വളരെ കാലമായി നിങ്ങൾക്ക് പിടികിട്ടേണ്ടുന്ന ഒരു പുള്ളിയെ ഇന്ന് വലയിലാക്കാം. കള്ളൻ, കൊലപാതകി, തട്ടിപ്പുകാരൻ, ഇതെല്ലാമാണ് ജോൺ ക്ലേ. ആൾ ചെറുപ്പമാണ് മേരി വെതർ, പക്ഷേ തൊഴിലിൽ വിരുദ്ധൻ. ലണ്ടനിലെ മറ്റേത് ക്രിമിനൽ പുള്ളികളെക്കാളും അവനൊരുത്തൻ അകത്തായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ജോൺ ക്ലേ ആള് നിസാരക്കാരനല്ല. അയാളുടെ അപ്പൂപ്പൻ ഒരു പ്രഭുവായിരുന്നു, രാജവംശജൻ. ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അയാളുടെ തലച്ചോറും വിരലുകളും ഒന്നുപോലെ കഴിവുറ്റതാണ്. എത്രയോ തവണ അയാളുടെ കരവിരുതിൻ്റെ അടയാളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആള് കടന്നു കളയും. ഈ ആഴ്ച സ്കോട്ട്ലൻഡിൽ ഒരു കളവ് നടത്തിയാൽ അടുത്ത ആഴ്ച കോൺവാലിൽ അനാഥാലയം പണിയാൻ പണമുണ്ടാക്കുകയായിരിക്കും. ഞാൻ അയാളുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പുള്ളിയെ കണ്ടുമുട്ടാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി അയാളെ പരിചയപ്പെടാനുള്ള സുവർണ അവസരം കൈവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോൺ ക്ലേയുമായി ഞാനും 1-2 തവണ ചില്ലറ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. തൻ്റെ തൊഴിലിൻ്റെ തലപ്പത്താണയാൾ എന്നതിൽ സംശയമില്ല. മണി 10 കഴിഞ്ഞു. ഉടൻ പുറപ്പെടണം. നിങ്ങൾ 2 പേരും മുമ്പിലത്തെ വണ്ടിയിൽ കയറൂ. വാട്സണും ഞാനും രണ്ടാമത്തേതിൽ പിറകെ വരാം. വണ്ടിയിൽ വെച്ച് ഷെർലക് ഹോംസ് ഒന്നും ഉരിയാടിയില്ല. വൈകുന്നേരം കേട്ട രാഗങ്ങൾ മൂളിക്കൊണ്ടിരുന്നു. തെരുവ് വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ഞങ്ങളുടെ ശകടങ്ങൾ ഫാരിങ്ടൺ സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമ്മൾ എത്താറായി. ഈ മേരി വെതർ ഒരു ബാങ്ക് ഡയറക്ടറാണ്. വ്യക്തിപരമായി അയാൾക്ക് ഇതിൽ താല്പര്യമുണ്ട്. ജോൺസ് കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. തൻ്റെ ജോലിയിൽ വലിയ കഴിവുള്ളവനല്ല, എങ്കിലും അയാൾ ചീത്തയല്ല. അയാളെക്കുറിച്ച് പറയുവാനുള്ള ഒരു നല്ല കാര്യം ഇഷ്ടന് ധൈര്യമുണ്ടെന്നതാണ്. ഉടുമ്പിനെ പോലെ പിടിച്ചാൽ വിടുകയില്ല. ഇതാ അവർ നമ്മെ കാത്തു നിൽക്കുന്നു. രാവിലെ ഞങ്ങൾ കണ്ട ജനനിബിഡമായ രാജപാതയായിരുന്നു അത്. വണ്ടികളെ പറഞ്ഞയച്ചിട്ട് മിസ്റ്റർ മേരി വെതറിൻ്റെ പിന്നാലെ ഒരു ഊടുവഴിയിലൂടെ നടന്ന് ഒരു വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഇടുങ്ങിയ ഒരിടനാഴിയായിരുന്നു അത്. അതിൻ്റെ അവസാനം കട്ടിയുള്ള ഇരുമ്പ് വാതിൽ കണ്ടു. മേരി വെതർ ആ വാതിലും തുറന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറേ കൽപ്പടികൾ ഇറങ്ങി വേറൊരു കവാടത്തിലെത്തി. മേരി വെതർ ഒരു വിളക്ക് കത്തിച്ചു. വീണ്ടും മണ്ണിൻ്റെ മണമുള്ള ഇരുണ്ട വഴിയിലൂടെ നടന്ന് മൂന്നാമതൊരു വാതിൽ കടന്ന് ഒരു വലിയ അറയ്ക്കുള്ളിലെത്തി. അവിടെ അനേകം വലിയ പെട്ടികൾ അടുക്കി വെച്ചിരുന്നു. ഹോംസ് വിളക്കുയർത്തി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, മുകളിൽ കൂടി അത്ര എളുപ്പം കടക്കാനൊക്കുകയില്ല. താഴെ നിന്നും അങ്ങനെ തന്നെ. മിസ്റ്റർ മേരി വെതർ കയ്യിലിരുന്ന വടി നിലത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ഇവിടം പൊള്ളയാണെന്ന് തോന്നുന്നല്ലോ. കുറെ കൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കൂ, ഗൗരവസ്വരത്തിൽ ഹോംസ് പറഞ്ഞു. നമ്മുടെ പ്രയത്നത്തിൻ്റെ വിജയത്തിന് നിങ്ങൾ ഇടങ്കോലിട്ടു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആ പെട്ടിയുടെ പുറത്ത് മിണ്ടാതിരിക്കുമോ? ഒന്നിലും തലയിടാതെ. മിസ്റ്റർ മേരി വെതർ മൗനമായി ഒരു പെട്ടിയുടെ പുറത്തിരുന്നു. ആ മുഖത്ത് നീരസം പ്രകടമായിരുന്നു. ഹോംസ് വിളക്കിൻ്റെയും ലെൻസിൻ്റെയും സഹായത്തോടെ നിലത്തു പാകിയിരുന്ന കല്ലുകൾക്കിടയിലെ വിടവുകൾ പരിശോധിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞ് തൃപ്തനായതുപോലെ എണീറ്റ് ലെൻസ് പോക്കറ്റിലിട്ടു. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലുമുണ്ട്, ഹോംസ് അഭിപ്രായപ്പെട്ടു. നല്ലവനായ പണ്ടം പണയക്കാരൻ ഉറക്കമായല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല. അത് കഴിഞ്ഞാൽ 1 നിമിഷം പോലും താമസിക്കുകയുമില്ല. എത്ര നേരത്തെ പണി കഴിയുന്നോ അത്രയധികം രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും. ഡോക്ടർ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ നാം ഇപ്പോൾ ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ സിറ്റി ബ്രാഞ്ചിലെ പണം സൂക്ഷിക്കുന്ന അറയ്ക്കുള്ളിലാണ്. മിസ്റ്റർ മേരി വെതറാണ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ. ഈ അറയിൽ ലണ്ടനിൽ ഏറ്റവും കുപ്രസിദ്ധനായ ക്രിമിനൽ പുള്ളികൾ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം പറയും. ഫ്രഞ്ച് സുവർണമാണ് കാരണം, ഡയറക്ടർ മന്ത്രിച്ചു. അത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുമെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ഫ്രഞ്ച് സുവർണമോ?
അതെ, 2-3 മാസം മുമ്പ് ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്ന് 30,000 പവൻ കടം വാങ്ങി. ഇതുവരെ പെട്ടി പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ്. ഇതാ, ഓരോ പെട്ടിയിലും 2,000 പവൻ്റെ നാണയങ്ങൾ വീതമുണ്ട്. ഒരു ബ്രാഞ്ചിൽ ഇത്രയധികം സൂക്ഷിക്കാറ് പതിവില്ല. ഇതിനെക്കുറിച്ച് ഡയറക്ടർമാർക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംശയങ്ങൾ സാധുവാണ്, ഹോംസ് പറഞ്ഞു. നമുക്ക് നമ്മുടെ ചെറിയ പദ്ധതി തയ്യാറാക്കാം. 1 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ അന്ത്യം കാണാമെന്ന് തോന്നുന്നു. മിസ്റ്റർ മേരി വെതർ, ഈ വിളക്കിനെ നമുക്ക് കുറച്ചു നേരം മറച്ചു വെക്കാം, എന്നിട്ട് ഇരുട്ടത്തിരിക്കാനോ? അതെ, അല്ലാതെ നിവർത്തിയില്ല. ഞാൻ ഒരു പെട്ടി ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളുടെ കളി മുടക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ശത്രുവിൻ്റെ പ്ലാൻ പൂർത്തിയായിരിക്കുന്നു. വെളിച്ചം ആപത്താണ്. ആദ്യം നമ്മുടെ സ്ഥാനം നിശ്ചയിക്കണം. അവർ സാഹസികന്മാരാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടപ്പെടുന്നതെങ്കിലും അവർ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഈ പെട്ടിക്ക് പിറകിൽ മറഞ്ഞു നിൽക്കാം. നിങ്ങൾ അതിന് പിന്നിൽ നിൽക്കൂ. ഞാൻ വിളക്ക് തെളിയിക്കുമ്പോൾ പെട്ടെന്ന് അവരെ വളയണം. ഡോക്ടർ വാട്സൺ, അവർ വെടിവെക്കാൻ ഒരുമ്പെടുന്നെങ്കിൽ നിറയൊഴിച്ചേക്കൂ. ഒട്ടും മടിക്കേണ്ട. ഞാൻ റിവോൾവർ തയ്യാറാക്കി പെട്ടിയുടെ പിന്നിൽ പതുങ്ങിയിരുന്നു. ഹോംസ് വിളക്ക് മറച്ചു പിടിച്ചു. കുറ്റാക്കൂരിരുട്ട്. എനിക്ക് അതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ഇരുട്ട്. ചൂട് പിടിച്ച ലോഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രം വിളക്ക് എവിടെയുണ്ടെന്നറിഞ്ഞു. ഉത്കണ്ഠാകുലമായ എൻ്റെ ഞരമ്പുകൾ ഉണർന്നിരുന്നെങ്കിലും തണുത്ത വായു നിറഞ്ഞ ആ അറയിൽ തളം കെട്ടി നിന്ന മ്ലാനത എൻ്റെ മനസ്സിനെ കടന്നാക്രമിച്ചു തുടങ്ങി. ഹോംസ് മന്ത്രിച്ചു. അവർക്ക് പിന്തിരിഞ്ഞോടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാക്സ്കോബർഗ് ജംഗ്ഷനിലെ വീട്ടിലൂടെ മാത്രം. ജോൺസ്, അവിടെ ഞാൻ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 1 ഇൻസ്പെക്ടറും 3 പോലീസുകാരും മുൻവാതിലിൽ കാവലുണ്ട്. എന്നാൽ എല്ലാ മാർഗങ്ങളും അടച്ചു കഴിഞ്ഞു. ഇനി നിശബ്ദമായി കാത്തിരിക്കാം. എന്തു നീണ്ട കാത്തിരിപ്പ്! പിന്നീട് കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ 1.25 മണിക്കൂർ നേരമാണ് അവിടെ ഇരുന്നതെന്ന് മനസ്സിലായി. പക്ഷേ അപ്പോൾ ആ സമയത്ത് രാത്രി കഴിഞ്ഞ് പ്രഭാതം പൊട്ടിവിടർന്നേക്കുമെന്ന് തോന്നിപ്പോയി. എൻ്റെ കൈകാലുകൾ തളർന്ന് മരവിച്ചു തുടങ്ങി. എങ്കിലും അനങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. ഉത്കണ്ഠ മൂലം ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ശ്രവണേന്ദ്രിയം അങ്ങേയറ്റം സൂക്ഷ്മമായി തീർന്നു. എൻ്റെ സ്നേഹിതൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശബ്ദം മാത്രമല്ല, തടിയൻ ജോൺസിൻ്റെ ഘനമുള്ള ശ്വാസോച്ഛ്വാസവും മെല്ലിച്ച ബാങ്ക് ഡയറക്ടറുടെ നേർത്ത ഉച്ഛ്വാസവും എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടിക്ക് മുകളിലൂടെ അറയുടെ നിലം എനിക്ക് കാണാം. പെട്ടെന്ന് ഒരു പ്രകാശനാളം അവിടെ ദൃശ്യമായി. ആദ്യം അത് ഒരു തരി വെട്ടം മാത്രമായിരുന്നു. പിന്നെ നീണ്ടു നീണ്ട് ഒരു മഞ്ഞ രേഖയായി. അതാ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിശബ്ദമായി ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. അതാ, ഒരു വെളുത്ത സ്ത്രൈണമായ കൈ നീണ്ടുവരുന്നു. 1 മിനിറ്റ് നേരം കൈവിരലുകൾ ആ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. പിന്നെ അത് ഉള്ളിലേക്ക് വലിഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പിന്നെയും മറഞ്ഞു. വീണ്ടും ഇരുട്ട്. കല്ലുകൾക്കിടയിലെ പ്രകാശനാളം മാത്രം. അത് കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടിയിളകുന്ന ശബ്ദത്തോടെ ഒരു പരന്ന കല്ല് മുകളിലേക്ക് മറിഞ്ഞു വീണു. ചതുരാകൃതിയിലുള്ള ഒരു വിടവുണ്ടായി. അതിൽ വിളക്കിൻ്റെ പ്രകാശം. അടുത്ത നിമിഷം ഒരു ബാലൻ്റേതുപോലുള്ള ഒരു മുഖം ചുറ്റുപാടും സൂക്ഷിച്ചു നോക്കി. കൈകൾ ചുറ്റുമുള്ള കല്ലുകളിൽ ഊന്നി അതുയർന്നു. തോളുവരെ, അരവരെ, പിന്നെ കാൽമുട്ടുകളിൽ ഉറപ്പിച്ച് ശരീരം മുഴുവൻ മുകളിലായി എണീറ്റ് നിന്നു. അയാൾ തൻ്റെ കൂട്ടുകാരനെ പിടിച്ചു കയറ്റി. അയാളെപ്പോലെ തന്നെ മെലിഞ്ഞ കുറുകിയ ഒരു മനുഷ്യൻ. വിളറിയ മുഖം, ചെമ്പൻ തലമുടി. ഒന്നും പേടിക്കാനില്ല, അയാൾ മന്ത്രിച്ചു. ഉളിയും സഞ്ചിയും എവിടെ? അയ്യോ, ചാടിക്കോ ആർച്ചി, ചാടിക്കോ, ഞാൻ ഒരു കൈ നോക്കാം. ഷെർലക് ഹോംസ് ചാടി വീണ് അയാളുടെ കോളറിൽ പിടികൂടിയിരുന്നു. അപരൻ വിടവിലൂടെ താഴെ ചാടി. ജോൺസിന് അയാളുടെ ഉടുപ്പിലെ പിടി കിട്ടിയുള്ളൂ. തുണി കീറുന്ന ശബ്ദം കേട്ടു. വെളിച്ചം ഒരു റിവോൾവറിൻ്റെ കുഴലിൽ പതിച്ചു. ഹോംസിൻ്റെ കയ്യിലിരുന്ന വടി അയാളുടെ മണിബന്ധത്തിൽ ആഞ്ഞു വീണു. റിവോൾവർ കരിങ്കൽ തറയിൽ തെറിച്ചു വീണു. രക്ഷയില്ല ജോൺ ക്ലേ, ഹോംസ് പറഞ്ഞു. തനിക്കിനി രക്ഷയില്ല. അത് ശരി, ശാന്തനായി അയാൾ പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ രക്ഷപ്പെട്ടല്ലോ. അയാളുടെ കോട്ടിൻ്റെ ഒരു കഷ്ണം നിങ്ങൾക്ക് കിട്ടിയെങ്കിലും. അയാളെ കാത്ത് 3 പേർ വാതിക്കലുണ്ട്, ഹോംസ് പറഞ്ഞു. ഓഹോ, നിങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ചെമ്പൻ മുടിയുടെ ആശയം പുതുമയുള്ളതും ഫലപ്രദവുമായിരുന്നു.
തൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ വരും. ജോൺസ് പറഞ്ഞു. കൈ നീട്ടു, കാപ്പണിയിക്കട്ടെ. നിങ്ങളുടെ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്നെ തൊടരുത്. കൈകളിൽ വിലങ്ങിടുമ്പോൾ നമ്മുടെ പുള്ളി പറഞ്ഞു. എൻ്റെ സിരകളിൽ രാജകീയ രക്തമാണെന്നറിയാമോ? എന്നെ ബഹുമാന പുരസരമേ സംബോധന ചെയ്യാവൂ. ശരി, ജോൺസ് തുറച്ചു നോക്കി പറഞ്ഞു. ദയവ് ചെയ്ത് തിരുമനസ് മുകളിലേക്ക് എഴുന്നള്ളുമോ? പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളാൻ ഒരു രഥം ഏർപ്പാട് ചെയ്യാം. അതുകൊള്ളാം, ഗൗരവത്തിലുള്ള ജോൺ ക്ലേയുടെ മറുപടി. ഞങ്ങൾ ഓരോരുത്തരെയും നോക്കി തല കുനിച്ച ശേഷം അയാൾ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറോടൊപ്പം പോയി. അറയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മിസ്റ്റർ മേരി വെതർ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, താങ്കളോട് ബാങ്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ബാങ്ക് കൊള്ളകളുടെ ചരിത്രത്തിൽ വളരെ ഭീകരമായ ഒരു കവർച്ചയെയാണ് താങ്കൾ പരാജയപ്പെടുത്തിയത്. ഹോംസ് പറഞ്ഞു. എനിക്ക് ജോൺ ക്ലേയുമായി ചില ഇടപാടുകൾ തീർക്കാനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ ചില്ലറ ചെലവുകൾ ബാങ്ക് തന്നാൽ മാത്രം മതി. അതിനപ്പുറം അനന്യമായ ഈ അനുഭവവും ചെമ്പൻ തലമുടിക്കാരുടെ സംഘത്തെപ്പറ്റിയുള്ള രസകരമായ കഥയും കൂടിയായല്ലോ, അത് ധാരാളമായി. ബേക്കൽ സ്ട്രീറ്റിൽ വെളുപ്പാങ്കാലത്ത് ഒരു ഗ്ലാസ് വിസ്കിയുടെയും സോഡായുടെയും മുമ്പിലിരുന്നപ്പോൾ ഹോംസ് പറഞ്ഞു. സംഘത്തെപ്പറ്റിയുള്ള വിചിത്രമായ പരസ്യം എൻസൈക്ലോപീഡിയ പകർത്തി എഴുതിയതിൻ്റെ കാര്യവും കേട്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ മന്ദബുദ്ധിയായ പണ്ടം പണയക്കാരനെ തന്ത്രപൂർവ്വം അകറ്റാനുള്ള ഒരടവാണെന്ന് വ്യക്തമായിരുന്നു. വിചിത്രമെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു മാർഗം കണ്ടെത്താൻ പ്രയാസമാണ്. തൻ്റെ കൂട്ടുകാരൻ്റെ മുടിയുടെ നിറം കണ്ടാണ് ക്ലേയുടെ മനസ്സിൽ ഇങ്ങനെയൊരാശയം ഉദിച്ചത്. ആഴ്ചയിൽ 4 പവൻ ശമ്പളം അയാളെ ആകർഷിക്കാനുള്ള വിദ്യ മാത്രം. ആയിരങ്ങൾ കൊണ്ട് കളിക്കുന്നവർക്ക് 4 പവൻ നിസാരമല്ലേ? അവർ പരസ്യം ചെയ്തു. ഒരുവൻ തൽക്കാലം ഓഫീസ് മാനേജരായി, അപരൻ അപേക്ഷ അയക്കാൻ പ്രേരണ ചെലുത്തി. അങ്ങനെ 2 പേരും ചേർന്ന് 2 മണിവരെ അയാളെ വീടിന് പുറത്താക്കി. പകുതി ശമ്പളത്തിന് ജോലി ചെയ്യാമെന്നേറ്റപ്പോൾ തന്നെ അയാൾക്ക് അവിടെ പറ്റിക്കൂടാൻ മതിയായ കാരണമുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. കാരണം എന്താണെന്ന് എങ്ങനെ മനസ്സിലായി? വീട്ടിൽ സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ആരോപിക്കാം. ഇവിടെ കാമിനി മൂലമല്ല. അയാളുടെ ബിസിനസ് വളരെ ചെറിയ തോതിലാണ്. വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെ ഒന്നുമില്ല. ഇത്രയൊക്കെ വിപുലമായ പണച്ചെലവുള്ള ഏർപ്പാടുകൾക്ക് അവിടെ ന്യായീകരണമില്ല. അപ്പോൾ വീടിന് പുറത്തുള്ള എന്തെങ്കിലും ആയിരിക്കണം ലക്ഷ്യം. അതെന്തായിരിക്കും? അസിസ്റ്റന്റിൻ്റെ ഫോട്ടോ ഭ്രമവും ഇടയ്ക്കിടെ നിലവറയിലേക്കുള്ള പോക്കും ഓർത്തു നോക്കൂ. അവിടെയാണ് രഹസ്യത്തിൻ്റെ താക്കോൽ. അപ്പോൾ ഞാൻ ഈ അസാധാരണ സഹായിയെക്കുറിച്ച് അന്വേഷിച്ചു. ലണ്ടനിലെ ഏറ്റവും സാഹസികനായ ക്രിമിനൽ പുള്ളിയോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലായി. നിലവറയിൽ അയാൾ എന്തോ ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. അതെന്താകാം? വേറെ ഏതോ കെട്ടിടത്തിലേക്കുള്ള തുരങ്കമല്ലാതെ മറ്റൊന്നുമായിരിക്കാനിടയില്ല. സ്ഥലം സന്ദർശിക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. ഫുട്പാത്തിൽ വടികൊണ്ടടിച്ചു നോക്കിയത് നിങ്ങൾ കണ്ടതാണല്ലോ. തുരങ്കം മുമ്പിലോ പിറകിലോ എന്നറിയാനാണ് ചെയ്തത്. മുമ്പിലല്ലായിരുന്നു. ഞാൻ മണിയടിച്ചപ്പോൾ അസിസ്റ്റന്റ് വാതിൽ തുറന്നു. ഞങ്ങൾ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിരുന്നെങ്കിലും നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അയാളുടെ മുഖത്തല്ല, കാൽമുട്ടുകളിലാണ് നോക്കിയത്. കാലുറയുടെ മുട്ടിൻ്റെ ഭാഗം ചുളുങ്ങി ഉരഞ്ഞു തേഞ്ഞിരുന്നത് ശ്രദ്ധിച്ചില്ലേ? മാളം തുറക്കുന്നതിൻ്റെ അടയാളമാണത്. എന്തിനാണ് തുരങ്കമുണ്ടാക്കുന്നതെന്ന പ്രശ്നം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. തെരുവിൻ്റെ അപ്പുറത്ത് വീടിനോട് ചേർന്ന് സബർബൻ ആൻഡ് സിറ്റി ബാങ്കിൻ്റെ കെട്ടിടം കണ്ടപ്പോൾ പ്രശ്നത്തിന് പരിഹാരവുമായി. കച്ചേരി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയില്ലേ? അപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയിരുന്നു. ബാങ്ക് ചെയർമാനെയും കണ്ടു. അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാമല്ലോ. ഇന്ന് രാത്രി തന്നെ അവർ മോഷണ ശ്രമം നടത്തുമെന്ന് എങ്ങനെ അറിഞ്ഞു? അവർ സംഘം ഓഫീസ് അടച്ചുപൂട്ടി. അതിൻ്റെ അർത്ഥം മേലിൽ ജാബേൽസ് വിൽസൺ വീട്ടിലുണ്ടായിരുന്നാൽ കുഴപ്പമില്ലെന്നല്ലേ? അഥവാ അവർ തുരങ്കം പൂർത്തിയാക്കി എന്നർത്ഥം. ഇനി സ്വർണ്ണ നാണയങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് കാര്യം നടത്തണമല്ലോ. ശനിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. രക്ഷപ്പെടാൻ 2 ദിവസത്തോളം കിട്ടും. ഇതെല്ലാം ഓർത്താണ് ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയത്. നിങ്ങളുടെ യുക്തി അത്ഭുതകരമാം വണ്ണം ശരിയായിരിക്കുന്നു. ഈ നീണ്ട ചങ്ങലയിലെ ഒരൊറ്റ കണ്ണി പോലും വിട്ടുകളഞ്ഞിട്ടില്ല. എന്നെ ആലസ്യത്തിൽ നിന്നും കരകയറ്റാൻ ഇത് സഹായിച്ചു. കോട്ടുവായിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു. സാധാരണ സംഭവങ്ങളിലെ വിരസതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എൻ്റെ ജീവിതം. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ എന്നെ അതിന് സഹായിക്കുന്നു. താങ്കൾ മാനവരാശിക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. അദ്ദേഹം തലകുലുക്കി.
പരോപകാരാർത്ഥമിതം